നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വില്ല് എങ്ങനെ എൻഫോഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ അത് നടപ്പിൽ വരുത്താം എന്നുള്ള വിഷയത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു വില്ല് അതിന് നിയമപ്രാബല്യം ഉണ്ടാകണമെങ്കിൽ വില്ല് ആരാണോ വില്ല് 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 എഴുതുന്നത്, അതായത് ടെസ്റ്റേറ്റർ, രണ്ട് സാക്ഷികളുടെ മുന്നിൽ വെച്ച് ആ ടെസ്റ്റേറ്റർ ഒപ്പിടണം. ടെസ്റ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ പിതാവാണ് ആ വില്ല് എഴുതുന്നതെങ്കിൽ അയാളുടെ പിതാവ്, അയാളാണ് ടെസ്റ്റേറ്റർ. രണ്ട് സാക്ഷികളുടെ മുന്നിൽ ഒപ്പിടണം. ടെസ്റ്റേറ്റർ വില്ലെഴുതുന്നയാൾ നല്ല സൗണ്ട് മൈൻഡ്, അതായത് ഒരു നല്ല ബോധത്തോടുകൂടെയുള്ള അവസ്ഥയിലുള്ള ഒരു വ്യക്തിയായിരിക്കണം. പിന്നെ വില്ല് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറെ കൂടെ നിയമപ്രാബല്യമുണ്ട്. വില്ല് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വില്ല് എഴുതിയ ആൾ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അവകാശി ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങണം. മുനിസിപ്പൽ അതോറിറ്റിയിൽ നിന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങണം. വില്ല് രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ പ്രൊബേറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങണം കോടതിയിൽ. കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ സ്ഥലങ്ങളിൽ മാൻഡേറ്ററിയാണ് പ്രോബേറ്റ് എന്ന് പറയുന്ന കോർട്ട് സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദി വിൽ. അതാണ് പ്രോബേറ്റ് എന്ന് പറയുന്നത്. അത് കൽക്കട്ട, മുംബൈ, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിൽ അത് നിർബന്ധമാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ വില്ല് അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ പ്രൊബേറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. അത് ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്നും വാങ്ങേണ്ടതാണ്. അതിനായി രേഖകൾ സമർപ്പിച്ച് ഫീസ് അടച്ച് അതിനായി അപ്ലൈ ചെയ്യേണ്ടതാണ്. അതിനൊരു വക്കീലിനെ സമീപിക്കുക. വില്ലിൽ ഒരു എക്സിക്യൂട്ടർ എന്ന് ആ വില്ല് നടപ്പാക്കാൻ അധികാരമുള്ളയാളെ വില്ലിൽ പറയുന്നില്ല എങ്കിൽ കോടതിക്ക് ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കാൻ കഴിയും. ഈ അവകാശിക്ക് ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കാൻ കഴിയും. പിന്നെ പ്രൊബേറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതുപയോഗിച്ച് വസ്തുവിൻ്റെ രേഖകൾ റവന്യൂ ഓഫീസ്, അതായത് വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് നമ്മുടെ പേരിലേക്ക് മാറ്റാൻ കഴിയും. പിന്നെ ബാങ്ക് അക്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ പേരിലേക്ക് അവകാശിയുടെ പേരിലേക്ക് മാറ്റാൻ കഴിയും. അതുപോലെ വാഹനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവകാശിയുടെ പേരിലേക്ക് മാറ്റാൻ കഴിയും. ഇതെല്ലാം ചെയ്യാം. ഒരു നിയമപരമായ അവകാശമുള്ള ആൾക്ക് ഒരു വില്ലിനെ എതിർക്കാം, കോടതിയിൽ എതിർക്കാം. അതായത് സ്വാധീനം ചെലുത്തിയാണ്, അല്ലെങ്കിൽ തട്ടിപ്പിലൂടെയാണ്, അല്ലെങ്കിൽ ടെസ്റ്റേറ്റർ എന്ന് പറയുന്നയാൾ, അതായത് വില്ല് എഴുതിയ ആൾ സുബോധമില്ലാത്ത അവസ്ഥയിലാണ് വില്ല് എഴുതിയത് എന്നുള്ളതൊക്കെ ഓരോ ഗ്രൗണ്ടുകളാണ്, വില്ലിനെ ചലഞ്ച് ചെയ്യാനുള്ള ഗ്രൗണ്ടുകൾ. വില്ലില്ല എങ്കിൽ അവകാശികൾ സക്സഷൻ സർട്ടിഫിക്കറ്റ് കോടതിയിൽ നിന്ന് വാങ്ങണം. പിന്നെ ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ്, തഹസിൽദാരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റും വാലിഡാണ്. രജിസ്റ്റേർഡ് വില്ലിനാണ് കൂടുതൽ പ്രാബല്യം, നിയമത്തിന് മുമ്പിൽ കൂടുതൽ സ്ട്രോങ്, കൂടുതൽ
നിയമപ്രാബല്യമുള്ളത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള വില്ലാണ്. പ്രൊബേറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ഒരു 6 മാസം മുതൽ 2 വർഷം വരെ സമയം എടുത്തേക്കാം. ഇതൊക്കെയാണ് ബില്ല് നടപ്പാക്കേണ്ട നടപടിക്രമങ്ങൾ.